സോ ഞാൻ കുറച്ച് ഫുഡ് കോമ്പിനേഷൻസ് വരും. അതിൽ ദിസ് ഓർ ദാറ്റ് ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ബിരിയാണി ഓർ മന്തി? ഡെഫിനറ്റ്ലി മന്തി. കാരണം വെച്ചാൽ ബിരിയാണിയിൽ ഒരുപാട് ഓയിൽ, ഡാൽഡ, ഇങ്ങനത്തെ ഭയങ്കര ട്രാൻസ് ഫാറ്റ് ഭയങ്കര അധികമാണ്. പക്ഷെ മന്തി ആക്ച്വലി മോസ്റ്റ്ലി സ്റ്റീംഡ് ആണ്, ഒറിജിനൽ മന്തി. അതിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ മന്തി ചിക്കൻ മന്തി കഴിച്ചിട്ട് കുറച്ച് റൈസും കൂടുതൽ ചിക്കനും കഴിക്കുക. അപ്പോൾ ഹൈ പ്രോട്ടീനുമായി, ലെസ് കാർബോഹൈഡ്രേറ്റ് ആയി, വെരി ലെസ് ഫാറ്റുമായി. So I think this is better. Cut fruits or fruit juices? Definitely cut fruits. I don't recommend fruit juice at all. കാരണം എന്ന് വെച്ചാൽ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂടും, പെട്ടെന്ന് ഇൻസുലിൻ റിലീസ് ഉണ്ടാവും, നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ജ്യൂസേ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയാം. We should always go for fruits. Chicken breast or chicken leg piece? Definitely chicken breast is the best protein. Fish or kada? Both are protein. പക്ഷേ ഫിഷിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം സീ ഫുഡ് has got lot of antioxidants. പക്ഷേ kada is also good, but comparatively fish is better. Mayonnaise or hummus? How dare you to compare this actually? Mayonnaise ഒരിക്കലും hummus ആയിട്ട് compare ചെയ്യാൻ പാടില്ല. Mayonnaise is bad. Lot of oil, trans fat, but hummus is made of chana. Rich in protein, very good. There is no comparison. Milk or milkshake? Definitely milk. Milkshakes il ഒരുപാട് sugar അവർ add ചെയ്യല്ലോ. Even milk is not recommended in large quantities, but comparatively milk is better. Vegetables അല്ലെങ്കിൽ leafy vegetables? Both are good, but leafy vegetables ന് ഒരുപാട് advantage ഉണ്ട്. കാരണം iron content ഭയങ്കര better. I think you should take both and more score for leafy vegetables. Ice cream അല്ലെങ്കിൽ chocolate? രണ്ടും മോശമായിട്ടുള്ള സാധനമാണ് ചോദിച്ചത്. ചോക്ലേറ്റ്സിൽ കൂടുതൽ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ that scores over ice cream because ഒരു 70% മുകളിൽ കൊക്കോ ആഡ് ചെയ്തതിനാണ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയാം. ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ്. നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം? ഇത് രണ്ടും കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷെ നേന്ത്രപ്പഴത്തിന് ഭയങ്കര ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. പെട്ടെന്ന് ഒരുപാട് സ്റ്റാർച്ച് അധികമാണ്, ഒരുപാട് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി മറ്റത് കുറച്ച് കുറവാണ്. സോ ഐ പ്രിഫർ റോബസ്റ്റ് ഓവർ നേന്ത്രപ്പഴം. ബീഫ് ഓർ മട്ടൺ? ഇത് രണ്ടും റെഡ് മീറ്റ് ആണ്. അതിൻ്റെതായ നെഗറ്റീവ്സ് ഉണ്ട്. ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആണ്, അറിയാം. പക്ഷെ വൺസ് ഇൻ എ വൈൽ വി ക്യാൻ ഹാവ്, ബട്ട് ഐ പ്രിഫർ ചിക്കൻ ഓവർ ദീസ് ടു.